എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമൂഹ്യ പാഠം അല്ലേ. സാമൂഹ്യ പാഠത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? ഭക്ഷണവും മനുഷ്യരുമാണ്. അപ്പോൾ ആ ചാപ്റ്റർ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായിട്ട് ഇതിന് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ നന്നായിട്ട് കണ്ട ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ ഈ വീഡിയോ വന്ന് കാണാവുള്ളൂ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ അത് നന്നായി പോയി കണ്ട് പഠിക്കണം. ഓക്കെ ആണല്ലോടാ? അത് കണ്ട ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ കുഞ്ഞു കൂട്ടുകാർ ഇത് വന്ന് കാണാവുള്ളൂ കേട്ടോ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണടാ? ഓടിപ്പോയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റൻ ആണെന്നുള്ളത് പെട്ടെന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചറിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് അല്ലേ. ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദത്തെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പേജ് നമ്പർ 28 കിടക്കുന്ന ഒരു പിക്ചറും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനുമാണ് കേട്ടോ. ഭക്ഷണം ശേഖരിച്ചിരുന്നു. ഭക്ഷണം എന്ത് ചെയ്തിരുന്നു? ശേഖരിച്ചിരുന്നു. വേട്ടയാടിയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്? വേട്ടയാടിക്കൊണ്ടായിരുന്നു അവർ കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നത്. വേവിക്കാതെയും ഭക്ഷണം കഴിച്ചിരുന്നു. മീൻപിടുത്തം പ്രധാന ഭക്ഷണ മാർഗമായിരുന്നു. മീൻപിടുത്തം എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രധാന ഭക്ഷണ മാർഗമായിരുന്നു. നമ്മൾ ആ ചാപ്റ്ററിന്റെ ഏറ്റവും ആദ്യം പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ് അടുത്തത്, വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? പേജ് നമ്പർ 28 ഉള്ളതാണ് കേട്ടോ. കായ്ക്കനികള്, വേരുകൾ, കിഴങ്ങുകൾ, മീന്, മൃഗങ്ങൾ, പക്ഷികൾ, അങ്ങനെ ഒരുപാട് ലഭിച്ചിട്ടുണ്ടാവും അല്ലെ. വേറെന്തൊക്കെയാടാ? ഏതെല്ലാം സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? പേജ് നമ്പർ 29 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ്, ജനസംഖ്യാ വർധനവ്. പിന്നെന്താണ്? ജനസംഖ്യയുടെ ഇതല്ല കേട്ടോടാ. ജനസംഖ്യ ഇതാണ് കേട്ടോ. ജനസംഖ്യയാണ് കേട്ടോ. ജനസംഖ്യ വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, രോഗങ്ങൾ എന്നിവ കൊണ്ടായിരിക്കും ഇവരെന്ത് സംഭവിച്ചത്? ഒരു മാർഗത്തിൽ നിന്ന് മറ്റു മാർഗങ്ങളിലേക്കൊക്കെ ഭക്ഷണ സമ്പാദനത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നത് അല്ലെ. അടുത്തത്, ഭക്ഷ്യവസ്തുക്കൾ എന്തിനൊക്കെയായിരിക്കും ഇവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? അപ്പൊ ഇവര് ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാം സാധനങ്ങളിലാണ് ഇവര് സൂക്ഷിച്ചിട്ടുണ്ടാവുക? ഏതൊക്കെയാടാ? മൺപാത്രങ്ങൾ, മൃഗത്തിന്റെ തോലുകൾ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ്റ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, പിന്നെന്താണ്? ഇല കൊണ്ടുള്ള പാത്രങ്ങൾ, മരത്തിന്റെ പൊത്തുകൾ, ഗുഹകൾ അല്ലെ. അടുത്തത്, നഗരങ്ങളുടെ രൂപീകരണം സൂചിപ്പിക്കുന്ന ഫ്ലോർ ചാർട്ട് തയ്യാറാക്കുക. അപ്പൊ പുസ്തകത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന്റെ താഴെ കൊടുത്തേക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് ആണ് അല്ലെ. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടമാക്കി മാറ്റി. കച്ചവടം എന്തായിട്ട് മാറി? ചന്തകളായി മാറി. അത് കച്ചവട കേന്ദ്രങ്ങളായിട്ട് മാറി. പിന്നെന്താണ്? നഗരങ്ങളായിട്ട് മാറി അല്ലെ. ചിത്രത്തിൽ കാണുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഓരോന്നിനെ കുറിച്ചും കുറിപ്പുകൾ തയ്യാറാക്കുക. ഫസ്റ്റ് വൺ ഏതായിരുന്നു? കുരുമുളകായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? സുഗന്ധ വ്യഞ്ജനങ്ങളിൽ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. വള്ളിച്ചെടി പോലെ പടർന്നു കയറുന്ന ഇനമാണ് ഇതിൽ പ്രധാനം. വള്ളിച്ചെടി മാത്രമല്ല, ഇപ്പൊ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് കുറ്റി പോലെ നിൽക്കുന്നത് കാണലുണ്ട് അല്ലെ. ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എന്താണ്? പെപ്പർ നിഗ്രമാണ്. കേരളത്തിലെ പ്രധാന നാണ്യ വിളയാണ് കേട്ടോ. അടുത്തത്, ഇഞ്ചി. മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങാണ് ഇഞ്ചി. ഒരു സുഗന്ധദ്രവ്യവും ഔഷധവുമാണ് ഇഞ്ചി അല്ലെ. ആഹാരത്തിനും ഔഷധങ്ങളിലും ഇഞ്ചി ഉപയോഗിച്ചു വരുന്നു അല്ലെ. നമ്മൾ വയറുവേനയൊക്കെ വരുമ്പം അല്ലെ, ഗ്യാസ് കയറിയതാണെങ്കിൽ ഇഞ്ചി കുറച്ച് ചതച്ചിട്ട് അതിന്റെ നീര് കുടിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? മാറും അല്ലെ. അടുത്തെന്താണ്? ജാതിക്ക. ജാതി മരത്തിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധ വ്യഞ്ജനമാണ് ജാതിക്കയും ജാതിപത്രിയും. ജാതിക്കയും ജാതിപത്രിയും ജാതിക്കയുടെ പുറന്തോടുമാണ് ജാതി മരത്തിൽ നിന്ന് ആദായകരമായിട്ട് ലഭിക്കുന്നത്. അടുത്തത് ഗ്രാമ്പു ആണ് അല്ലെ. അടുത്തേതാണ്? ഗ്രാമ്പു. മിലിറ്ററി കുടുംബത്തിലെ ഒരു വൃക്ഷമായ സൈസിയം അരോമാറ്റിക്കം എന്ന മരത്തിന്റെ പൂമട്ട് ഉണക്കിയെടുക്കുന്ന ഒരു സുഗന്ധദ്രവ്യമാണ് ഗ്രാമ്പു. ജന്മനാട് ഇന്തോനേഷ്യയാണ് കേട്ടോ. ലോകത്തിലെ എല്ലാ പ്രസിദ്ധമായ സുഗന്ധദ്രവ്യ വൃക്ഷങ്ങളിൽ ഒന്നാണ്. ഏറ്റവും പ്രസിദ്ധമായ സുഗന്ധ ദ്രവ്യ വൃക്ഷങ്ങളിൽ ഒന്നാണ് ഏത്? ഗ്രാമ്പു എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, കറുവപ്പട്ട. കൂമൻ എന്ന സംയുക്തം അടങ്ങിയിരിക്കുന്നു. കറുവപ്പട്ടയിൽ എന്തടങ്ങിയിട്ടുണ്ട്? കൂമൻ എന്ന് പറയുന്ന സംയുക്തം അടങ്ങിയിരിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അപ്പൊ രക്തത്തിലെ എന്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു? പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. സിന്നമോൺ ജനസിൽ നിന്നുള്ള കറുവയുടെ പുറംതോലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ വ്യഞ്ജനമാണ് കറുവപ്പട്ട. അപ്പൊ ഇതൊരു മരമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യല്? ഇതിന്റെ തൊലി ഇങ്ങനെ ചെത്തി എടുത്തിട്ട് അത് ഉണക്കിയിട്ടാണ് ഈ കറുവപ്പട്ടയായിട്ട് നമ്മൾ യൂസ് ചെയ്യല് അല്ലെ.
അടുത്തത് തിരിച്ചറിയൽ കാർഡ്. അടുത്തതാണ് തിരിച്ചറിയൽ കാർഡ്. ഉരുളക്കിഴങ്ങ് ജന്മദേശം എവിടെയാടാ? തെക്കേ അമേരിക്കയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിൽ പ്രധാനമായും ജലം, അന്നജം, പ്രോട്ടീൻ എന്നിവയാണ് ഉള്ളത്. നെക്സ്റ്റ് അടുത്ത ഏതാടാ? മരച്ചീനി അല്ലെങ്കിൽ കപ്പ പറയും, കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയും അല്ലെ. ജന്മദേശം എവിടെയാടാ? തെക്കേൻ അമേരിക്ക, പെറു, മെക്സിക്കോ ആണ് കേട്ടോ. അന്നജം എവിടെയാ? അന്നജം അടങ്ങിയിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, കാൽസ്യം, നാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത് നമ്മൾ കശുവണ്ടിന്റെ ജന്മദേശം എന്ന് പറയുന്നത് എവിടെയാണ്? ബ്രസീലാണ് കേട്ടോ. ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും ഏതെല്ലാം പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? ഏതൊക്കെ പാത്രങ്ങളാണ്? സ്റ്റീൽ ഉണ്ട്, നോൺ സ്റ്റിക്ക് ഉണ്ട്, മൺപാത്രമുണ്ട്, ഇൻഡാലിയം ഉണ്ട്, ഇരുമ്പിന്റെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കില്ലേ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ എന്ത് കൊടുക്കാം? ഇരുമ്പിന്റെ പാത്രം വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, ഏത് കൊടുക്കാടാ? ഇരുമ്പ് കൊടുക്കുക അല്ലേ. ഇരുമ്പ് പാത്രങ്ങളില്ലടാ, ഇരുമ്പ് പാത്രങ്ങളുണ്ട്. പിന്നെ ഏതാടാ? നോൺ സ്റ്റിക്ക് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്റ്റീല്, ഇൻഡാലിയത്തിന്റെ പാത്രങ്ങളുണ്ട്, ഇല്ലടാ. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ. പട്ടിണി ഇല്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും? ചർച്ച ചെയ്യൂ. അപ്പൊ എന്തൊക്കെ ചെയ്യാൻ കഴിയൂടാ? ഭക്ഷണം പാഴാക്കാതിരിക്കുക അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം വെറുതെ എന്ത് ചെയ്യും? പാഴാക്കൂലേ. നമ്മൾ വെറുതെ ഫുഡ് എന്ത് ചെയ്യും? കുറെ വീട്ടിൽ നിന്നൊക്കെ കുറെ സ്കൂളിലോട്ടാണെങ്കിലും കുറെ ഫുഡ് ഉണ്ടെന്നിട്ട് വെറുതെ നമുക്ക് ആവശ്യമില്ലാത്ത കളയൂലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആവശ്യമുള്ള ഫുഡ് മാത്രം അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചാൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് കഴിക്കുക കേട്ടോ. അതേപോലെ ഭക്ഷണം എന്ത് ചെയ്യാൻ പാടില്ല? പാഴാക്കാൻ പാടില്ല കേട്ടോ. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവരെ എന്ത് ചെയ്യുക? സഹായിക്കുക അല്ലെ. ഗ്രാമങ്ങളിൽ താമസിക്കുന്ന കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില നൽകുക. വരൾച്ച, വെള്ളപ്പൊക്കം, അതേപോലെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ആ പ്രദേശങ്ങളിലേക്കൊക്കെ ഭക്ഷണം എത്തിക്കാനുള്ള എന്ത് കണ്ടുപിടിക്കണം? പ്രത്യേക മാർഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്ത് വെക്കണം അല്ലെ, കണ്ടുപിടിക്കണം. ലാസ്റ്റ് ആണ് അനാരോഗ്യമായ ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പല ആളുകളും പൊതുവെ ഭക്ഷണക്രമത്തിൽ അത്ര ശ്രദ്ധിക്കാറില്ല. ശരിയല്ലേടാ? നമുക്ക് എന്താണ് ഭക്ഷണകാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാറുണ്ടോ? എല്ലാവരും തിരക്കിട്ട ജീവിതമാണ് അല്ലേ. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഒഴിവ് കിട്ടുന്നത്? ആ സമയത്ത് മാത്രമേ നമ്മൾ എന്ത് കഴിക്കുന്നുള്ളൂ? ഫുഡ് കഴിക്കുന്നുള്ളൂ അല്ലെ. അത് നമ്മുടെ ശരീരത്തിന് അത്ര ഇഷ്ടപ്പെട്ടോണമെന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഭക്ഷണക്രമത്തിൽ നമ്മൾ എന്ത് പാലിക്കണം? നല്ല ഒരു ക്രമമൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഇത്തരം മോശം ഭക്ഷണശൈലിയാണ് പിന്നീട് മാരകമായ രോഗത്തിലേക്ക് നയിക്കുന്നത്. അപ്പം ഭക്ഷണത്തിന്റെ ശീലങ്ങൾ മാറുന്നത് എന്ത് ചെയ്യുന്നുണ്ടടാ? വലിയ രോഗത്തിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പൊതുവെ മടിയുള്ള ആൾക്കാരാണ് കുട്ടികൾ. ശരിയല്ലേ? മിസ് പറഞ്ഞു ശരിയല്ലേടാ? ഭക്ഷണം കഴിക്കാൻ പൊതുവെ മടി ആർക്കാ കൂടുതലുള്ളത്? കുട്ടികൾക്കാണല്ലേ. നിങ്ങൾ അമ്മമാര് എന്താണ് കുറെ കുട്ടികൾ എന്ത് കഴിക്കില്ല? വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കേണ്ട പ്രായമാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? കുഞ്ഞു കൂട്ടുകാര് അമ്മ തരുന്ന ഫുഡ് എന്താണോ അത് നന്നായിട്ട് കഴിക്കണം കേട്ടോ. ഇത് പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് നയിക്കുന്നു. ക്യാൻസർ, അമിതവണ്ണം, പ്രഷർ, ശ്വാസകോശ രോഗം, വിഷാദം എന്നിവയ്ക്ക് കാരണമാകുന്നു. ആരോഗ്യത്തിന് ഹാനികരമായ ഒരുപാട് വസ്തുക്കൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും ജീവിതത്തിന്റെ തിരക്കുകൾ ഭക്ഷണത്തിന് രുചിക്കുറവ് എന്ന തോന്നൽ മനുഷ്യനെ എന്തിലേക്ക് നയിക്കുന്നുണ്ട്? ശരിയല്ലേ? നിങ്ങൾ ചിലപ്പോൾ അമ്മമാരോട് പറയും, എന്താ പറയാ, അമ്മ ഉണ്ടാക്കിയ ഫുഡിന് ഒരു രുചിയില്ല എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടല്ലേ. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാൻ ഭയങ്കര ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാ? ഒന്ന് ചുരുക്കണം കേട്ടോ. അപ്പൊ എന്താണ്? അമ്മ വീട്ടിലുണ്ടാക്കുന്ന നല്ല നല്ല ഫുഡൊക്കെ കഴിക്കുക. അതാണ് നമ്മുടെ എന്തിനു നല്ലത്? നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ നല്ല ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാൻ നല്ലത് കേട്ടോ. അപ്പൊ എന്താണ്? പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കുറച്ച് കഴിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഓടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.